നമസ്കാരം, അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. സ്വന്തം ചെലവിൽ റോഡിലെ കുഴികളടച്ച് ജനപ്രതിനിധികൾ മാതൃകയായി. അരൂരിൽ കയ്യടി നേടി ജോസഫ് ഫ്രാൻസിസും AP സജിയും. അരൂർ അധികൃതരുടെ അവഗണനയിൽ തകർന്നുതരിപ്പണമായ റോഡിലെ കുഴികൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമുടക്കി മൂടി ജനപ്രതിനിധികൾ മാതൃകയായി. അരൂർ പഞ്ചായത്തിലെ ഇടതുപക്ഷ പ്രതിനിധികളായ 21ാം വാർഡ് മെമ്പർ ജോസഫ് ഫ്രാൻസിസ്, 22ാം വാർഡ് മെമ്പർ AP സജി എന്നിവരാണ് ജനങ്ങളുടെ ദുരിതത്തിന് താൽക്കാലിക പരിഹാരവുമായി രംഗത്തിറങ്ങിയത്. ഏറെ നാളുകളായി തകർന്നുകിടക്കുന്ന അരൂർ അമ്മനേഴം റോഡിലെ അപകടക്കുഴികളാണ് ഇരുവരും ചേർന്ന് സ്വന്തം ചെലവിൽ മെറ്റൽ നിരത്തി അറ്റകുറ്റപ്പണികൾ നടത്തിയത്. അപകടങ്ങൾ നിത്യസംഭവം. ഒടുവിൽ ജനപ്രതിനിധികൾ തന്നെ ഇറങ്ങി. നിലവിൽ കുമ്പളങ്ങിയിലേക്കുള്ള ചങ്ങാട സർവീസിനെ ആശ്രയിക്കുന്ന നൂറുകണക്കിന് വാഹനങ്ങളാണ് നിത്യേന ഈ റോഡിലൂടെ കടന്നുപോകുന്നത്. അമിതഭാരമുള്ള വാഹനങ്ങളുടെ യാത്ര കൂടിയായതോടെ റോഡിന്റെ തകർച്ച പൂർണ്ണമായി. മഴ പെയ്താൽ വെള്ളം കെട്ടിക്കിടന്ന് കുഴിയേത് റോഡേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണിവിടെ. കഴിഞ്ഞ ദിവസം റോഡിലെ കുഴിയിൽ വീണ് ഒരു വിദ്യാർത്ഥിയുടെ കാലൊടിഞ്ഞ സംഭവം പ്രദേശത്ത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അമ്മനേഴം അസോസിയേഷനും പ്രദേശവാസികളും ശക്തമായ രംഗത്തുണ്ടായിരുന്നു. പഞ്ചായത്തിനെതിരെ പ്രതിഷേധം ശക്തം. UDF മുന്നണി ഭരിക്കുന്ന അരൂർ പഞ്ചായത്തിൽ ഭരണമാറ്റം വന്നിട്ട് മാസങ്ങളായെങ്കിലും പല പ്രധാന റോഡുകളും ഇപ്പോഴും തകർന്ന നിലയിലാണ്. സ്ഥിരമായ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി വരുത്തുന്ന വീഴ്ചയാണ് റോഡുകൾ ഇത്രയും മോശമാകാൻ കാരണം. റോഡ് തകർന്നതോടെ ജനങ്ങളുടെ പഴി കേൾക്കേണ്ടി വരുന്നത് വാർഡ് മെമ്പർമാരാണ്. ഈ സാഹചര്യത്തിലാണ് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി മെമ്പർമാരായ ജോസഫ് ഫ്രാൻസിസും AP സജിയും നേരിട്ട് രംഗത്തിറങ്ങിയത്. റോഡിലെ ഏറ്റവും അപകടം പിടിച്ച ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസം മെറ്റലിട്ട് നിരത്തിയത്. ജനപ്രതിനിധികളുടെ ഈ സൽപ്രവൃത്തിക്ക് പിന്തുണയുമായി പ്രദേശത്തെ ചില സുമനസ്സുകളും സാമ്പത്തിക സഹായ വാഗ്ദാനവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ജനങ്ങൾക്കു വേണ്ടി കൈകോർത്ത ഇരു മെമ്പർമാരുടെയും നടപടിയെ അഭിനന്ദിച്ച് നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട്.